തെളിവാണോ? എന്തമാതിരി ടെസ്റ്റ് ഇങ്ങനത്തതേ ഇല്ല പുലി. പുതിയ സീസൺ തുടങ്ങി, എങ്ങനെ തോന്നുന്നു? ആദ്യത്തെ തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് അടിയും ബഹളമൊക്കെയാണ്. അതായത് ഇപ്പം തുടങ്ങിയിട്ട് കറക്റ്റ് 5 ദിവസമായി. ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോടുകൂടിയാണ് വന്നത്. അപ്പം മാറ്റിപ്പിടിക്കൽ ഇതുവരെയ്ക്കും ഒരു മാറ്റിപ്പിടിക്കൽ കണ്ടില്ല. തുടർന്ന് മാറ്റിപ്പിടിക്കൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒരുപാട് കണ്ടൻറ്റ് മേക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബിഗ് ബോസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പവർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സാധനം കൊണ്ടുവരും. നമ്മളെ കഴിഞ്ഞ 5 സീസണിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് വെച്ചിട്ട് ആ പവർ എന്നുള്ള ഇത് ഉപയോഗിച്ച് ഒരുപാട് പുതിയ കണ്ടൻറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് കണ്ടൻറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് അവർ അത് യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ശരിക്കും ഈ സീസണിൽ അവർക്കത് മനസ്സിലായി കാണത്തില്ല ഇതുവരെയും. പിന്നെ 4 ദിവസമോ 5 ദിവസമോ ആയോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രം ദ ബിഗിനിങ് മുതൽ നമ്മൾ അവിടെ ആക്റ്റീവായിരിക്കണം. നമുക്ക് ഇനി വെയിറ്റ് ചെയ്ത് ആക്റ്റീവ് ആകാം എന്ന് കരുതുന്നതിനോട് യോജിക്കും. കാരണം നമ്മൾ ഏത് നിമിഷം ഔട്ടാവും. പക്ഷേ ആ നിൽക്കുന്ന അത്രത്തോളം ഇപ്പം 100 ദിവസം കഴുതകളെ പോലെ നിൽക്കുന്നതിനെക്കാട്ടി നല്ല ഒരു ദിവസം സിംഹത്തെ പോലെ നിന്നിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം നമ്മൾ നിൽക്കുന്ന സമയം ക്യാമറ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കണ്ടന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. ആ ക്യാമറ സ്പേസ് മാക്സിമം നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ പിന്നീട് ഒരിക്കലും വരില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് ഇതൊരു എന്താ പറയുക, പഴയ സീസണുകളെല്ലാം കണ്ടിട്ട് അതേപടി പാറ്റേൺ കീപ്പ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. തീർച്ചയായും നിങ്ങൾ ഉത്തരം കൊടുക്കട്ടെ. അപ്പോൾ പിന്നെ പുള്ളി ചോദിച്ചതുപോലെ കഴിഞ്ഞ സീസണുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അതായത് കണ്ട് പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്നത് പോലെയുള്ള തോന്നൽ. തീർച്ചയായും എനിക്കും അങ്ങനെ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ കപ്പ് മേടിച്ചതിനെക്കാളും ആൾക്കാരുടെ ഹൃദയത്തിൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവർ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഓരോ സീസണിലും ചർച്ചാ വിഷയമായ ആൾക്കാർ എങ്ങനെയാണ് അതിൽ ആ ചർച്ചാ വിഷയത്തിൽ എത്തിയെന്ന് നോക്കിയാൽ എല്ലാവരും പവർ പാക്കായിട്ട് നിന്നതാണ്, മാസമായിട്ട് നിന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഇവിടെ നിൽക്കുന്ന ഈ ഇത്രയും കൂടുതൽ കണ്ടസ്റ്റൻസും മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പവറായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ അടി കൂടിയാൽ, അല്ലെങ്കിൽ വഴക്ക് കൂടിയാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറുമെന്നുള്ളതാണ് സംഭവം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓരോ സീസണിലെടുത്താലും അവിടെ 1-2 പേരേ ഉള്ളൂ ഇങ്ങനെ മാസമായിട്ടോ പ്രൊവോക്കായിട്ടോ നിന്ന്. എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെ വെറൈറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഈ സീസണിൽ എവിടെ ഫ്രെയിം വെച്ചാലും നിങ്ങൾ നോക്കിയാൽ മതി വഴക്ക് മാത്രമാണ്. എവിടെ ഫ്രെയിം വെച്ച് നോക്കിയാലും പ്രൊവോക്ക് ചെയ്യുന്നതും ചൊറിയുന്നതും വഴക്ക് മാത്രമാണ്. അത് ഒരുപക്ഷെ ജനത്തിന് എല്ലായിടത്തും അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരാൾ വളരെ കൂളായിട്ടും വളരെ സ്നേഹത്തോടെ നിന്നാൽ ഒരുപക്ഷെ അയാളായിരിക്കും അവിടെ മാസം. അത് അവർ ഇതുവരെയ്ക്കും അത് മനസ്സിലാക്കില്ല. എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ വെറൈറ്റി ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നിടത്ത് ഒരാൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ അത് ആ വൈറ്റ് ഡ്രസ്സിനാണ് അവിടെ പോയിട്ട്. അതുപോലെ ഈ അടി നടക്കുന്ന ഇവിടെ എല്ലായിടത്തും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് മാറി പുതിയൊരു കളി എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്ന ബ്രെയിനിൽ കൂടെ വെച്ച് യൂസ് ചെയ്യണം, ബോഡി വെച്ചിട്ടല്ലാതെ. മൈൻഡ് എപ്പോഴും ഇതൊരു മൈൻഡ് ഗെയിമാണ്. പഠിച്ചിട്ട് പോയ ഒരു കാര്യം അവിടെ നടക്കില്ല. അതാണ് എൻ്റെ. ഇപ്പോൾ അവിടെ ബിഗ് ബോസിലുള്ളത് ഒരു ഫേക്ക് പ്രണയമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഒബ്വിയസ്ലി അങ്ങനെയല്ല. ഒരു പ്രണയം ഒരു നിമിഷം കൊണ്ട് എങ്ങനെ ഒരു പ്രണയം ഉണ്ടാകുന്നത്? അതൊന്നും ഇപ്പോൾ 4 ദിവസം കൊണ്ടെന്ന് തോന്നുന്നു അത്രമേലൊരു പ്രണയം. ഒന്നാമത്തെ കാര്യം, ഞാനൊക്കെ ഒരുപാട് പ്രണയിച്ചിട്ടുള്ള ആളാണ്. നമ്മളൊരു പെണ്ണിനോട് ചെന്ന് പ്രണയം അഭ്യർത്ഥിക്കുന്ന ഉടനെ തന്നെ ചാടിക്കയറി ഒരു പെണ്ണും പ്രണയിക്കാൻ പറ്റത്തില്ല. അവർ പതുക്കെ ആദ്യം ഒരു നോട്ടത്തിൽ കൂടി, ഇപ്പോഴാണെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരു പെണ്ണും ചാടിക്കയറി പ്രണയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് 4-ാമത്തെ ദിവസം തന്നെ അവിടെ പ്രണയത്തിൻ്റെ സീക്വൻസിലേക്ക് വരിക എന്ന് പറയുന്നത് എനിക്ക് അത് ഈ ജനങ്ങൾ കാണുന്നവർ, അവിടെ നിൽക്കുന്നവരേക്കാൾ ഏറ്റവും ബുദ്ധിയുള്ളവരും ചോറും നിന്നവരും ഇവർക്കൊക്കെ ഇത് മനസ്സിലാവില്ല. പിന്നെന്താണ് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് കയറിയാണെന്ന്? അല്ല, അതെനിക്കറിയത്തില്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു നാടകീയത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കാം നമുക്ക്. എല്ലാവരും പറഞ്ഞത് രതീഷിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്. വെറുതെ ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്തും പോകുന്നു. അല്ല, പിന്നെ രതീഷിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ അവിടെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടായിരിക്കുമല്ലോ. അവിടെ ബാക്കി മൊത്തം 19 കണ്ടസ്റ്റൻസ് ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ രതീഷിൻ്റെ പേര് ചോദിച്ചു? അപ്പോൾ ആ രതീഷിൻ്റെ പേര് നിങ്ങൾ എടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം അവിടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് ഇതിലായിക്കോട്ടെ, ആ പേരെടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അവിടെ ഒരു കാര്യം ചെയ്തിട്ടാണല്ലോ ചോദിക്കുന്നത്. ഇനി ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം ലൈവ് എന്ന് പറഞ്ഞാൽ പോലും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലൈവ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അവിടെ എഡിറ്റ് ചെയ്ത് കളയുക സാധനം. അപ്പം അത്രമേൽ ജനം കാണാൻ പറ്റാത്തൊരു സാധനം അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് എഡിറ്റ് ചെയ്ത് പോകും. അത് കാണിക്കില്ല. ബിഗ് ബോസ് ആയിട്ട് നേരിട്ട് അയാൾ ഔട്ടാക്കിക്കോളും. അത് നമ്മൾ കാണത്തതുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അത് കോമൺ സെൻസ് മതി. ഇത് കുറച്ചൊക്കെ പ്രൊവോക്ക് ആവുന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചിരിക്കും.
അല്ലെങ്കിൽ ഇത് കാണിക്കാം, ഇത്രമേൽ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും, ആ ലിമിറ്റ് വരെ നമ്മളെ കാണിക്കും. അതിനപ്പുറമൊന്നും ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ഇതൊരു ജനങ്ങൾ കാണുന്നതും കുട്ടികൾ കാണുന്നതും ചാനലില്ലേ, അപ്പോൾ ആ ചാനലിൻ്റെ നിലനിൽപ്പോടെ നോക്കണ്ടേ, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ചില കാര്യങ്ങൾ എത്ര ലൈവ് എന്ന് പറഞ്ഞാൽ. ഈ പ്രാവശ്യം കുറേ തെറിവിളികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പച്ചയ്ക്ക് തെറിവിളിക്കുന്നൊക്കെ. അത് വളരെ മോശമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഓരോ സീസണിൽ നോക്കിയാലും ഓരോ വ്യക്തികൾ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഔട്ടാക്കിയത് ജനങ്ങളുടെ ഏറ്റവും വോട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഔട്ടാക്കിയത്. അത് എന്തിൻ്റെ കാരണത്താലാണ് നിങ്ങൾ നോക്കാം. അപ്പോൾ അതും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കും. അപ്പോൾ തീർച്ചയായും ആ തെറിവിളികളും ഇപ്പോൾ എന്തായാലും ഒരാഴ്ച ആയില്ലല്ലോ, ഈ ഒരാഴ്ച ആകുമ്പോൾ ഇനി ലാലേട്ടം വരുമ്പോൾ നമുക്ക് കാണാം ആ തെറിവിളികൾക്ക് എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. എന്തായാലും ഇതൊക്കെ പണിഷ് ചെയ്യാതെ വിടത്തില്ല. അല്ല, ഇങ്ങനെ തെറി പറയുമ്പോഴത്തേനും അത് ബിഗ് ബോസ് ഒരു സപ്പോർട്ട് ചെയ്യുന്നവർ തോന്നുന്നു. ഒരിക്കലും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനോട് മറുപടി വരുമായിരിക്കും, നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇടയ്ക്ക് പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഇതുവരെയായിട്ടും ഒരു കമന്റ് അങ്ങനെ വന്നിട്ടില്ല. ഒരു പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ നടക്കുന്ന എല്ലാം ഒന്നും നമ്മൾ കാണുന്നില്ല. അത് ആദ്യം ആ തെറ്റിദ്ധാരണ മാറ്റി. കാരണം ഒരു സമയം തന്നെ 19 പേരുടെ കാര്യം നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരു സൈഡിൽ നടക്കുന്ന കാര്യമല്ല ഇപ്പുറത്ത് നടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഒരേ സമയം നമ്മൾ കാണുന്നത്. ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന്റെ നിലവാരം കുറയുവാണ് കൂടുകയാണ്. അത് ഞാനല്ല പറയട്ടെ. അല്ല, ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു തുടക്കം കണ്ട് ഇപ്പോൾ എന്താ തോന്നുന്നത്? നിലവാരം കൂടിയെന്നോ കുറഞ്ഞെന്നോ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. 4 ദിവസമല്ലേ ആയുള്ളൂ. പക്ഷേ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. മറ്റ് സീസണിനെ അപേക്ഷിച്ച് നിലവാരം കൂടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു ആക്ഷേപം നേരത്തെ രജികുമാർ, റോബിന്, അഖിൽമാർ ടോക്സിക്കായിട്ടുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസിന് വലിയ കമൻറ്റ് വന്നു കുറേ ഗ്രൂപ്പുകൾ. ഇതിനെങ്ങനെ നോക്കിയിട്ടാണ് ഒന്നുകൂടെ ചോദ്യം? അതായത് അഖിൽമാരായും റോബിനും രജികുമാറിനെയൊക്കെ പോലെ കുറേ ടോക്സിക് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്നാണ് ഒരു ഗ്രൂപ്പിനകത്ത് ഒരു ക്രിറ്റിസിസം വന്നു. ഇതിനോട് എങ്ങനെ വിലയിരുത്തും? എന്താണ് ടോക്സിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു മെയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള കുറേ ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വോട്ട്? ഈ ടോക്സിക് എന്ന് പറയപ്പെടുന്നവരല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട സാധനം അവർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ റോബിനെ തന്നെ എടുക്കാം. റോബിന് ഇപ്പോഴും ആരാധകർ എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെയ്ത കണ്ടൻറ്റാണ്. അപ്പോൾ അതിന് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതാണോ അതിനെ തന്നെയാണ് അവിടെ നമ്മൾ കണ്ടൻറ്റായിട്ട് വരുന്നത്. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് വരുന്നത്. അതാണ് മാർക്കറ്റിംഗ്. അത് തന്നെയാണ് ഏഷ്യാനെറ്റും പ്രോത്സാഹിപ്പിക്കേണ്ടി വരുന്നത്. പ്ലേ ആണല്ലോ. പ്ലേ എന്ന് പറയാൻ പറ്റില്ല. 91% റിയാലിറ്റി ആയിട്ടുള്ളൊരു ഷോ ആണ്. പലരും ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇപ്പോഴും ചോദിക്കുന്നതെന്നുള്ള സ്ക്രിപ്റ്റാണ്. ഒരിക്കലുമില്ല. ഇത് 101% റിയലായിട്ടുള്ളൊരു ഷോയാണ് ബിഗ് ബോസ്. അപ്പോൾ അവർ ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ അവിടെ ഈ ഗെയിം കളിക്കുന്നവരെല്ലാം ജീവിതത്തിൽ അതേ കണക്കാവണമെന്നില്ല. അതൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. ഗെയിമിനെ ഗെയിമായിട്ട് കാണും. അത് ഓഡിയൻസും മനസ്സിലാക്കുക, ഗെയിമിനെ ഗെയിമായിട്ട് കാണും. ഇപ്പം അകത്ത് കാണിക്കുന്ന മാസ് വന്ന് പുറത്ത് കാണിച്ച ഇടിയും കൊണ്ട് 3 നടക്കേണ്ടി വരും, മനസ്സിലായി, എഴയേണ്ടി വരും. അപ്പോൾ അതൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിനകത്തൊരു ഗെയിമാണ്. ഇനി നമ്മൾ എന്തവിടെ കാണിച്ചാലും കൈവെക്കത്തില്ല എന്നുള്ളൊരു ധൈര്യം അതിനകത്തുണ്ട്. പുറത്ത് വന്ന് കാണിച്ചാൽ അപ്പോഴേ അടി കിട്ടും. അതുകൊണ്ട് പുറത്ത് ബിഗ് ബോസ് കളിക്കാൻ ആർക്കും പറ്റത്തില്ല. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ. കഴിഞ്ഞ ദിവസം അതുപോലെ നമ്മൾ ലിറിക് സാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഡോക്ടർ റോബിനും അഖിൽമാരാർക്കും ഉണ്ടായ രജിത് കുമാറിൻ്റെ ഒരു സൃഷ്ടിയാണ് രതീഷ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടായി. അപ്പോൾ ഡോക്ടർ റോബിനും അഖിൽമാരാർക്കും ഉണ്ടായ രജിത് കുമാറിൻ്റെ സൃഷ്ടിയാണ് രതീഷ് എന്ന് രജിത് കുമാറിനുണ്ടായ സൃഷ്ടി പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അല്ല, അത് നമുക്ക് കാരണം എന്ന് പറയാതെ അങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിയും അവിടെ ഈ പറഞ്ഞ നിനക്ക് പലരെയും ചൊറിയുന്നുണ്ട്, പല കണ്ടന്റ് ഉണ്ടാക്കാൻ കുറച്ച് പ്രൊവോക്ക് ചെയ്ത്. അതുകൊണ്ടാണ് അത്. ചിലപ്പം ഈ പഴയ ബിഗ് ബോസ് കണ്ടതിൻ്റെ ഒരു ഉള്ളിലൊരു സാധനം കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ ഒന്നിൻ്റെ നോക്കാൻ നമുക്ക് എങ്ങനെ പോകുമെന്നുള്ളത്. എല്ലാത്തിനും ഈ പറഞ്ഞ എല്ലാം അവിടെ അടിയും ബഹളം ആയതുകൊണ്ട് അതെങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഒരു സംഭവം. എല്ലാം അത് അത്ര നല്ലൊരു സംഭവമല്ല. നേരെ മറിച്ച് 1-2 പേരാണ് ഈ ഒരു സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എവിടെ നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഒരു ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്താണ് വിജയം. ഇവിടെ ഒരാൾ സ്നേഹമായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അയാൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോലും അത് കാണുമ്പോൾ വിചാരിക്കുന്നത് ഒരാളെങ്കിലും ഒരു മയമായിട്ട് നിൽക്കുന്നില്ലല്ലോ എന്ന്. കാരണം അവർ എല്ലാവരും ഈ അടിയായതുകൊണ്ടാണ്. എവിടെ ഫ്രെയിം വെച്ചാൽ അടിയും ബഹളം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടോ അതെനിക്ക് നമ്മളൊരു അടി മനഃപൂർവ്വം ഉണ്ടാക്കുകയല്ല, അത് ഉണ്ടായി പോവുകയാണ്. അപ്പം എൻ്റെ ഒരു സീസൺ എടുക്കുകയാണെങ്കിൽ ഞാനും കിഡിലും ഫിറോസും അല്ലെങ്കിൽ ഞാനും അനൂപൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും അത് അങ്ങേയറ്റം കൈവെക്കേണ്ട രീതിയിലേക്ക് എത്തി. പക്ഷേ അതിനൊരു കണ്ടന്റ് ഉണ്ട്, ഒരു കറക്റ്റ് ഒരു കാരണം എന്ന് അത് സംസാരിച്ച് ആ സംഭാഷണത്തിൽ നിന്ന് അടിയിലേക്ക് പോകുന്നൊരു സാധനമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വെറുതെ പറഞ്ഞു പോകുന്ന ഒരു പറയാൻ പിടിച്ചുകൊണ്ടൊന്ന് ഇരുത്തിയിട്ട് വഴക്കൊന്നും തുടങ്ങും കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്.